നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ്. നല്ല സൂപ്പർ സ്പെഷ്യൽ ആയിട്ടുള്ള വേണാട് പാൽക്കൊഞ്ച്. വേണാട് പാൽക്കൊഞ്ച് നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരിക്കും. വേണാട് പാൽക്കൊഞ്ച് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റുള്ള ഒരു സ്റ്റാർട്ടർ ആയിട്ടും അതുപോലെ തന്നെ ഒരു സൈഡ് ഡിഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിനായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻസ് കിട്ടും. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മളിപ്പോൾ ഒരു 10-15 ദിവസമായിട്ട് ഒരു കാര്യം കൂടി പറയാൻ മറന്നത്, ഒരു 10-15 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുള്ള നോമ്പൊക്കെ തുടങ്ങിയോണ്ട് ഒരു 10-15 ദിവസം ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാവരും ക്ഷമിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ടതുള്ള നമുക്ക് ഒരു 400 ഗ്രാം ചെമ്മീൻ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ആൻഡ് ഗാർലിക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ജിഞ്ചർ ചോപ്പ് ചെയ്തത്, കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിനേക്കാൾ എല്ലാം ഉപരി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഒരു അരമുറി തേങ്ങയുടെ പാല്, ഒന്നാം പാല് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് വേണ്ടതില്ല. ഒരു 4-5 ടീസ്പൂൺ തേങ്ങാപ്പാൽ, ഒന്നാം പാല് നമുക്ക് വേണം. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ചെമ്മീൻ കൊഞ്ചൊന്ന് നമുക്ക് നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് നേരത്തെ ഞാൻ ചതച്ച് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുള്ള ജിഞ്ചർ ആൻഡ് ഗാർലിക്. നിങ്ങൾക്ക് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് റെഡിമെയ്ഡ് കിട്ടുന്നത് അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പൊ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, ക്രഷ് ചെയ്തിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 മുതൽ ഒരു 1 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചെമ്മീൻ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ മസാല ഒക്കെ പിടിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ, തേങ്ങയുടെ ഒന്നാം പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ഒന്നാം പാല് വളരെ കുറച്ച് മതി. 4-5 ടീസ്പൂൺ തേങ്ങാപ്പാൽ ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതേ അളവിൽ തന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ടീസ്പൂൺ എടുത്ത്, അപ്പോൾ അത്രയും തന്നെ ഒരു 4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാലും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു, ഒരു 4-5 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ചെമ്മീൻ കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒരു സൈഡ് ഒന്ന് വേവിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മറച്ചിട്ട് വേവിക്കാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഒരു സൈഡ് വേവിച്ചാൽ മതി. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കല്ല വേണ്ടത്, ജസ്റ്റ് ഒന്ന് നമുക്ക് കുക്കായി കിട്ടിയാൽ മതി. അപ്പൊ അതിനൊരു 2 മുതൽ 3 മിനിറ്റ് വരെ മതി ഒരു സൈഡ് വേവാനായിട്ട്. അപ്പൊ അതൊന്ന് മറച്ചിടാം. എല്ലാ ചെമ്മീനും മറച്ചിടാം. 2 മിനിറ്റ് മാക്സിമം 3 മിനിറ്റ് അത്ര മതി. ആ 3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മറച്ചിടാം. അപ്പൊ ചെമ്മീൻ മറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി, നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 2 ഒരെണ്ണം എടുക്കാൻ നിങ്ങൾക്ക് അത് സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് മറ്റേ സൈഡും ഒന്ന് വെന്തിട്ടുണ്ടായിരിക്കും. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ നമുക്ക് നല്ലപോലെ ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് സമയം ഒന്നും വഴറ്റേണ്ട കാര്യമില്ല. എല്ലാം കൂടി ഇട്ടിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് വഴറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ തേങ്ങാപ്പാലിൽ വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ച് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം. ഒരുപാട് ഡ്രൈ ആവേണ്ട കാര്യമില്ല. ഒന്ന് അതിൽ മസാലയൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന രീതിയിൽ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിടിച്ച് നല്ലപോലെ മസാല ആയിട്ട് വറ്റി വരുന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാൽക്കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവുന്ന സാധനമാണ്. അധികം ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. പാൽക്കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ വേണാട് പാൽക്കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഏത് ഫുഡിന്റെ കൂടെയോ അല്ലെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ടോ അല്ലെങ്കിൽ സൈഡ് ഡിഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സൂപ്പർ ടേസ്റ്റ് ഉള്ള സാധനമാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പാൽക്കൊഞ്ചിന്റെ റെസിപ്പി ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ കൂടെ നമ്മളത് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു 10-15 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് റെഗുലർ ആയിട്ട് വീഡിയോസ് ഒക്കെ വരും. ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.